2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കുഭദ്രം തോമസൂട്ടിഭദ്രം ശുശ്രൂഷിക്കുന്നു. വരിക, ഈ പുതുവത്സരം യേശുവോടൊപ്പം. സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. അറിഞ്ഞോടുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രോഗ്രാമിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഓരോരുത്തരെ സ്പർശിക്കാൻ പോവുക. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം എനിക്ക് ഉറപ്പുണ്ട്, യേശു കർത്താവിനെ ഒന്നുകൂടെ രുചിച്ച് ജീവിതത്തിൽ അറിയാൻ. നമുക്ക് മനുഷ്യർക്കെല്ലാം അറിയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഈശ്വര സാന്നിധ്യം വരുമ്പോഴാണ് ഈശ്വരാധീനം എന്നൊക്കെ പറയല്ലേ, അനുഗ്രഹം, ഐശ്വര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മൾ ചെയ്യുന്നതിലെല്ലാം ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നിറവുണ്ടാകുന്നത്, നമ്മൾ ചെയ്യുന്നതിന് പൂർത്തീകരണം വരുന്നത്. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഭൂമിയിൽ മനുഷ്യന് തരാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയോട് വന്നത്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ കർത്താവിൻ്റെ പേര് ദൂതൻ വെളിപ്പെടുത്തുന്നു. അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ വചനത്തിൽ ഒന്ന് നമുക്ക് വെളിപ്പെടുകയാണ്, നമ്മൾ മഹാപാപികളാണ്. മനുഷ്യരാരും പൂർണ്ണതയുള്ളവരല്ല, കുറവുകളും വീഴ്ചകളും ഉള്ളവരാണ്. നമ്മളെ സ്നേഹിച്ച് യേശു ഇറങ്ങി വരിക, നമ്മളെ അനുഗ്രഹിക്കാൻ, നമ്മുടെ അപൂർണതകൾ മാറ്റുവാൻ, നമ്മുടെ പരാജയങ്ങൾ മാറ്റുവാൻ. ആ യേശുവിൻ്റെ ആ തൊടുന്ന സ്പർശിക്കുന്ന സ്നേഹമായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടക്കാം. തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. ആത്മാവെ തന്നോനെ വീണ്ടും വരുന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ. യേശുവേ 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 എല്ലായിടത്തും
യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് My God shall supply all my needs. എൻ്റെ ദൈവം എൻ്റെ സകല ആവശ്യങ്ങളും എനിക്ക് വേണ്ടി നൽകി തരും. Not only little things but everything in my life. ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ സകല ആവശ്യങ്ങളും It is supplied, made through the life of Christ that is dwelling inside of me. ഈ വിതരണം നടക്കുന്നത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ജീവൻ മുഖാന്തരമത്രേ. And that is why Paul, when he writes, he says, I am confident of my deliverance by your prayer, by the abundance of the supply of Christ Jesus. അതുകൊണ്ടത്രേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം യേശുവിന്റെ ജീവന്റെ സമൃദ്ധി മുഖാന്തരം എനിക്ക് വേണ്ടുന്നത് മുഴുവൻ നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, നിങ്ങൾ ഡിമാൻഡ് ചെയ്തപ്പോൾ, that is why the Bible says, by grace we are saved through faith. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. Grace has the supply we need. കൃപയാൽ അത്രേ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം നൽകി തരുന്നത്. By faith we took it to ourselves. വിശ്വാസത്താൽ നാം അതിനെ എടുത്ത് പ്രാപിക്കുന്നു. Hallelujah. Hallelujah. Faith calls into being which is not there. വിശ്വാസം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നു. Faith is very patient. വിശ്വാസം എന്നത് അത് ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ്. It does not mumble, it does not waver. It knows it is coming. അത് ആടി പോകയില്ല, അത് കുലുങ്ങി പോകയില്ല, അത് പിറുപിറുക്കയില്ല. അതിന് നന്നായിട്ട് അറിയാം ആ അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മറുപടി വന്നുകൊണ്ടിരിക്കാൻ അവർക്കറിയാം. They will never stumble, they will never be afraid. If God saved us, salvation was through grace, everything else is through grace itself. ദൈവം നമ്മെ രക്ഷിച്ചുവെങ്കിൽ ആ രക്ഷ കൃപയാലാ സംഭവിച്ചതെങ്കിൽ കൃപയാൽ സകലതും വീണ്ടും സംഭവിക്കുക തന്നെ ചെയ്യും. Hallelujah. Hallelujah. The same way, today I am going to read out from the book of John, 3rd John chapter 1 and verse 2. 3 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ ഇപ്പോൾ വായിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളിനോട് ഒന്നുകൂടെ കൈ കൊടുത്ത് പറഞ്ഞണം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഓക്കേ, വായിച്ചേ. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. Beloved, I pray that you may prosper in all things. പ്രിയനെ, ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സകലത്തിലും സമൃദ്ധിയായിരിക്കണം. സകലത്തിലും പറഞ്ഞാട്ടെ, സകലത്തിലും. ശകലമല്ല. That you prosper in all things. എല്ലാ കാര്യത്തിലും നീ സമൃദ്ധിയായിരിക്കണം. As be in health just as your soul prospers. നിന്റെ ആത്മാവ് സമൃദ്ധിയായിരിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിൽ ആരോഗ്യത്തിലും നീ സമൃദ്ധിയായിരിക്കണം. Prosper in all things. എല്ലാ കാര്യങ്ങളിലും സമൃദ്ധി പ്രാപിക്കണം. Hallelujah. Hallelujah. Can you say prosper in all things? എല്ലാ കാര്യത്തിലും സമൃദ്ധിയായിരിക്കണം. പറഞ്ഞു. എല്ലാ കാര്യത്തിലും. എല്ലാത്തിലും. എല്ലാ മേഖലകളിലും സമൃദ്ധി. John is writing this letter to Gaius. യോഹന്നാൻ ഇത് ഗായോസിനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. He is writing to Gaius because Gaius is a bit disturbed. ഗായോസിന് ഈ ലേഖനം എഴുതാൻ ഒരു കാരണമുണ്ട്. താൻ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത് എഴുതുന്നത്. Gaius loves John. John is an apostle of faith. വിശ്വാസത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ, ഈ യോഹന്നാനോട് ഗായോസിന് വളരെ സ്നേഹമാണ്. John has faith because of love towards Christ. ക്രിസ്തുവിനോടുള്ള സ്നേഹം മുഖാന്തരമാണ് യോഹന്നാൻ ഈ വിശ്വാസമുള്ളത്. If you read the letters of John, everywhere you will find one word again and again repeated, beloved. നമ്മൾ യോഹന്നാന്റെ സുവിശേഷങ്ങൾ, നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നാം പല സ്ഥലങ്ങളിൽ കാണും പ്രിയനെ എന്നുള്ള വാക്കുകൾ. He knew he was the beloved of Christ. തനിക്ക് നന്നായിട്ട് അറിയാം താൻ ക്രിസ്തുവിന് വളരെ പ്രിയങ്കരനായ ക്രിസ്തുവിന്റെ പ്രിയനാണെന്നുള്ളത്. Everyone who is listening to me sitting over here anywhere in the world, understand one thing, you are the beloved of God. ഇന്ന് ഇവിടെയോ ലോകമെമ്പാടും എവിടെയൊക്കെ ഇരുന്ന് എന്നെ
കേൾക്കുന്നുവോ, നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. God loves you through Christ Jesus. ദൈവം ക്രിസ്തു യേശുവിലൂടെ നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. If you are sure that Jesus loves you very much, let me tell you, no weapon can even come near you. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിന്നോട് പറയാം, നിനക്കെതിരായി ഒരായുധവും ഫലിക്കയില്ല. തെളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ ഇടുമ്പോഴും യോഹന്നാൻ അറിയാം, ഞാൻ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാ, തെളച്ച എണ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഉറപ്പ് കാണണം, എന്നെ കർത്താവ് സ്നേഹിക്കുന്നു, ഞാൻ കർത്താവിന്റെ പ്രിയപ്പെട്ടവനാ, അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ. Hallelujah. Hallelujah. Gaius loves God, loves John very much. ഗായോസ് ദൈവത്തെ സ്നേഹിക്കുന്നു, യോഹന്നാൻ ദൈവത്തെ അത്യധികമായി സ്നേഹിക്കുന്നു. But one of his leaders, his name is Diotrephes. ദിയോത്രോഫോസ് എന്ന് പറയുന്ന ഒരു മൂപ്പൻ, He does not like John. അദ്ദേഹത്തിന് യോഹന്നാനോട് അത്ര താല്പര്യമില്ല. He is speaking against John. അദ്ദേഹം യോഹന്നാനെതിരായിട്ട് He സംസാരിക്കുന്നയാളാണ്. says John is all nonsense. യോഹന്നാൻ മണ്ടനാണ്, യോഹന്നാൻ കാര്യമില്ലാത്തവനാണെന്നൊക്കെ പറയും. He also, when the letter of John comes, this guy, he just tears the letter and throws it off. യോഹന്നാൻ ഒരു ലേഖനം എഴുതി അങ്ങോട്ട് അയച്ചാൽ, ഒരു കത്ത് അയച്ചാൽ, ഈ ദിയോത്രോഫോസ് അത് ആ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആ കത്തുകൾ വലിച്ചു കീറിക്കളയും. He says no letters of John won't be read in this church. അദ്ദേഹം ഇങ്ങനെ പറയും, യോഹന്നാൻ എഴുതുന്ന കത്തുകൾ, ലേഖനങ്ങൾ ഈ സഭയിൽ വായിക്കേണ്ട കാര്യമില്ല. So Gaius, who loves John so much, loves God so much, he's disturbed. അതുകൊണ്ട് തന്നെ യോഹന്നാനെ അധികമായി സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഗായോസിനാകപ്പാടെ അസ്വസ്ഥതയാണ്. I can know for sure, if you love God, you cannot love the park, you cannot ignore the pastor, you cannot speak against the pastor whom God has appointed over you. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് മേൽ ആക്കി വച്ചിരിക്കുന്ന പാസ്റ്റർക്കെതിരെ, ഇടയനെതിരെ നിങ്ങൾക്ക് ചിന്തിക്കുവാനോ സംസാരിക്കാനോ കഴിയുകയില്ല. It is the devil who roots bitterness against men of God. ദൈവദാസന്മാർക്കെതിരായി കയ്പ് കൊണ്ടിടുന്നത് പിശാചത്രേ. You cannot react against the man of God whom God has appointed. ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവദാസനെതിരായി നിങ്ങൾക്ക് പ്രതികരിക്കുവാൻ കഴിയുകയില്ല. That is why the Bible says never speak against the anointed. അതുകൊണ്ടാണ് അഭിഷിക്തനെതിരായി സംസാരിക്കരുതെന്ന് ദൈവവചനം പറയുന്നത്. So when this man who is in the church of Gaius, he speaks against John, now Gaius is disturbed. അതുകൊണ്ട് തന്നെ ഗായോസിന്റെ സഭയിലായിരിക്കുന്ന ഈ മനുഷ്യൻ യോഹന്നാനെതിരായി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥതയാണ്. His focus is changed. He is very sad. തന്റെ ലക്ഷ്യം മാറിപ്പോകുന്നത് ഓർത്ത് തനിക്ക് ദുഃഖമുണ്ടാകുന്നു. And so John is writing to Gaius. അതുകൊണ്ട് യോഹന്നാൻ ഗായോസിനോട് എഴുതുകയാണ്. He is saying, Gaius, താൻ ഇങ്ങനെ പറയുന്നു, ഗായോസേ, I want to tell you, ഞാൻ നിന്നോടൊന്ന് പറയാം, the will of God ദൈവത്തിന്റെ ഹിതം is that you should not focus on the hurt that is being inflicted about him. Be concentrated, be focused in one thing, that God wants to prosper you in all things as your health prospers and in your mind also. നിനക്കെതിരായി തിരിയുന്ന ഹൃദയങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ തിരിക്കാതെ നിന്റെ നന്മ മാത്രമായി ആഗ്രഹിക്കുന്ന, നീ ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിൽ നീ ഏകാഗ്രതയോടെ നോക്കുക. മറക്കരുത്, ഡിസംബർ 31 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് നമ്മുടെ പുതുവത്സര ശുശ്രൂഷ ആരംഭിക്കും. 2015 നമുക്ക് യേശുവിൻ്റെ കൂടെ കടക്കാം. മനോഹരമായ പുതുവത്സര ശുശ്രൂഷ ഉണ്ടായിരിക്കും. സോ കം ടു കോട്ടയം, December 31st, Wednesday evening 6 to midnight. Let us be together at the feet of Jesus. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, ഈ പുതുവത്സരം യേശുവോടൊപ്പം. Demetrius, God loves you. ദിമിത്രിയോസേ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. But God, you don't know his love. എന്നാൽ നിനക്ക് അവന്റെ സ്നേഹം അറിയുന്നില്ല. But Gaius, you know the love of എന്നാൽ God. ഗായോസേ, നീ ദൈവത്തിന്റെ സ്നേഹം അറിയുന്നല്ലോ. I want to tell everyone who is watching me, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ പറയട്ടെ, let never any hurt
lose your focus of Jesus Christ. നിന്റെ ഹൃദയത്തിലെ ഒരു മുറിവും യേശുക്രിസ്തുവിലേക്കുള്ള ആ ശ്രദ്ധയുടെ കേന്ദ്രീകരണത്തെ മാറ്റുവാൻ നീ അനുവദിക്കരുത്. It is the desire of God that you prosper in all things. നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്നുള്ളത് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള ഇഷ്ടമത്രേ. God does not want you to lose focus of that. അതിലേക്കുള്ള ശ്രദ്ധ മാറിപ്പോകുവാൻ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. When you are hurt, you are repelling the prosperity of God. നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുമ്പോൾ നീ ദൈവത്തിന്റെ സമൃദ്ധിക്കെതിരായി മറുതലിക്കുകയത്ര ചെയ്യുന്നത്. When you lose focus about God and start hurting others and you are hurt by others, your focus about Jesus changes. നിന്റെ ദൈവത്തോടുള്ള ശ്രദ്ധ മാറുമ്പോൾ നീ മറ്റുള്ളവരെ മുറിപ്പെടുത്തുവാൻ നോക്കും. മറ്റുള്ളവർക്കെതിരായി നീ ലക്ഷ്യം വയ്ക്കുമ്പോൾ നീ യേശുവിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മളെ പലരും മുറിവേൽപ്പിച്ചേക്കാം. ആ മുറിവും കൊണ്ട് നടക്കരുത്. അവരെ അനുഗ്രഹിച്ച് അങ്ങ് ഉപേക്ഷിച്ചേരെ. കാരണം ഈ മുറിവ് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹത്തിന്റെ സപ്ലൈ നിർത്തുന്നതാണ്. Hallelujah. Hallelujah. Let not your focus. I want to tell you, this is the trick of the devil. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ, ഇത് പിശാചിന്റെ ഒരു തന്ത്രമത്രേ. When next step you are getting the breakthrough, അടുത്ത ചുവടിൽ നിനക്ക് വലിയ വിടുതൽ വരാൻ പോകുകയാണ്. the devil will put someone in front of you and you will start fighting with him. ആ അനുഗ്രഹത്തിന്റെ ചുവട് നീ വയ്ക്കാൻ തുടങ്ങുമ്പോൾ പിശാച് ആരെയെങ്കിലും നിന്റെ അനുഗ്രഹത്തെ തടയാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാക്കാം. But you who are the beloved of Christ, എന്നാൽ നീയോ ക്രിസ്തുവിന്റെ പ്രിയനായുള്ളവേ, you who are beloved of Christ, ക്രിസ്തുവിന്റെ പ്രിയനായുള്ളവേ, prosper in all things. സകലത്തെയും വിട്ടുകൊണ്ട് Prosper. സമൃദ്ധി പ്രാപിക്കുക. Prosper. സമൃദ്ധിയാകുക. Prosper. സമൃദ്ധി പ്രാപിക്കുക. Prosper. സമൃദ്ധിയാകുക. Leave everybody. മറ്റുള്ളതെല്ലാം വിട്ടുകളാ. Leave every hurt. സകലത്തെയും മുറിവുകളായി വിട്ടുകളാ. മനപൂർവമായി ക്ഷമിക്കുക. Amen. മനപൂർവമായി മുറിവുകളെ മാറ്റുക. Amen. നമ്മുടെ പോര് ജഡരക്തങ്ങളോടല്ല, ഞാൻ കർത്താവിന് പ്രിയപ്പെട്ടവനാണെന്നുള്ള ബോധ്യത്തിൽ. Amen. Can you say I am the beloved of God? ഞാൻ ദൈവത്തിന്റെ പ്രിയൻ എന്ന് പറയാമോ? Beloved of God. ദൈവത്തിന്റെ പ്രിയൻ. Beloved of God. ദൈവത്തിന്റെ പ്രിയൻ. Oh, I am in the prosperous zone. ഞാൻ സമൃദ്ധിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. What is prosperity? എന്താണ് സമൃദ്ധി? Prosperity does not mean just financial blessing. സമൃദ്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അനുഗ്രഹം മാത്രമല്ല. The world says prosperity means financial riches. ലോകത്തിന്റെ കണ്ണിൽ സമൃദ്ധി എന്നാൽ സാമ്പത്തിക അനുഗ്രഹമാണ്. It is not that they are incorrect. തെറ്റല്ലെന്നല്ല, അത് വേണം. Hallelujah. Hallelujah. But it is not complete. എന്നാൽ അതുകൊണ്ട് സാമ്പത്തിക സമൃദ്ധി കൊണ്ട് മുഴുവനായില്ല. ഞാൻ വീണ്ടും പറയാം, ലോകം പറയുന്ന സമൃദ്ധി അവർ തുലന ചെയ്യുന്ന പൈസ കൊണ്ടാണ്. ആമേൻ. Hallelujah. Hallelujah. അവൻ സമർത്ഥന. കാര്യം എന്താ? വലിയ വീട്, വണ്ടി കണ്ടോ, പോക്കറ്റ് കാശ്, 500 1000 നോട്ട് കെട്ടിങ്ങനെ. അത് ശരിയാ, പക്ഷെ അത് പൂർണ്ണതയല്ല. ദൈവമക്കളുടെ സമൃദ്ധിയ പൂർണ്ണത. ആമേൻ. അത് പൈസ മാത്രമല്ല, കുടുംബത്തിൽ, മക്കളിൽ, ആരോഗ്യത്തിൽ, എല്ലാ മേഖലകളും അവന്റെ നിറവിൽ നിന്നും നിറയപ്പെടുന്ന സമൃദ്ധി. ആമേൻ. Hallelujah. Hallelujah. Beloved. പ്രിയനേ. Beloved. പ്രിയനേ. Can you say I am beloved? പറഞ്ഞേ, ഞാൻ പ്രിയനാ. എനിക്ക് വേറെ ആരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല, വേറെ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ. And that is what matters. മറ്റൊന്നും എനിക്ക് കാര്യമല്ല. വേറെ ഒന്നുമില്ല. കണ്ടോ, അവർ മൈൻഡ് ചെയ്തില്ല. എന്നാലും അവരിങ്ങനെ പറഞ്ഞില്ല. പിശാച എന്താണെന്നറിയാവോ, ആ സമൃദ്ധിയുടെ ആ ലൈൻ ഒന്ന് മുടക്കാനാ, നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇത് മോളിൽ നിന്ന് അയച്ചിരിക്കുക. എൻ്റെ വീട്ടിലും എൻ്റെ കളപ്പുറയിലും നിറഞ്ഞ് കവിയുന്ന നോക്കുക. നോ 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 നോ, അത് വിടത്തില്ല. ഒന്ന് അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ, എല്ലാവരും ഒന്ന് അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ. And God, let me tell you, everybody very carefully listen. God blesses me. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളോട് ഞാൻ പറയാം, ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു. It is not because I am good. ഞാൻ നല്ലവനായതുകൊണ്ടല്ല. Not because my prayer is above standard. എൻ്റെ പ്രാർത്ഥന വളരെ ഉന്നതമായ പ്രാർത്ഥനയായതുകൊണ്ടുമല്ല. God
blesses me ദൈവം എന്നെ അനുഗ്രഹിക്കുന്നു, and will bless my generations, എന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. because കാരണം he has spoken a word of blessing upon his life. അനുഗ്രഹത്തിന്റെ ഒരു വാക്ക് അവൻ എന്റെ ജീവിതത്തിന്റെ നേരെ പറഞ്ഞിരിക്കുന്നു. Through Christ Jesus, ക്രിസ്തു യേശുവിലൂടെ, through the blood of Jesus. യേശുവിന്റെ രക്തത്തിലൂടെ. യേശുവിന്റെ രക്തം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്ന ഈ രക്തം പോയിട്ട് അവിടെ ചുമ്മാ കിടക്കുന്ന ഉണങ്ങിപ്പോകുന്ന സാധനമല്ല. വചനം പറയുന്നത് 24 മണിക്കൂറും 365 ദിവസവും എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. The two enemies of you and me is guilt and condemnation. നിങ്ങൾക്കും എനിക്കുമുള്ള രണ്ട് ശത്രുക്കൾ, ഒന്ന് കുറ്റബോധവും കുറ്റാരോപണവും. Hallelujah. Hallelujah. That is why the Bible says there is no condemnation for those who are in Christ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നത് ഇനിമേൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധി ഇല്ല എന്ന് പറയുന്നത് മറ്റേ ന്യായവിധി ഇല്ലെന്നല്ല, ന്യായവിധിയുടെ കാര്യമല്ല, എൻ്റെ ഉള്ളിൽ കുറ്റബോധത്തോടെ നടക്കുന്ന ഒരു അനുഭവം. ആമേൻ. Hallelujah. ഹല്ലേലൂയ. That is not there in Christ Jesus. അത് ക്രിസ്തുയേശുവിൽ അതില്ല. Why? Because God cannot change his word. കാരണം ദൈവത്തിന് തന്റെ വാക്ക് മാറ്റുവാൻ കഴിയുകയില്ല. God changing his love towards us, God changing the word towards us is equal to denying himself. ദൈവം നമ്മളോടുള്ള സ്നേഹത്തെ മാറ്റുകയാണെങ്കിൽ, ദൈവം നമ്മോട് പറഞ്ഞ വാക്കിനെ മാറ്റുകയാണെങ്കിൽ, ദൈവം തന്നെ വേണ്ടെന്ന് വെക്കുന്നതിന് തുല്യമാണ്. God delivered Israel ദൈവം ഇസ്രായേലിനെ വിടുവിച്ചു from the clutches of Egypt. ഈജിപ്തിന്റെ മിസ്രൈമിന്റെ പിടിയിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചു. Was it because Israel was good? അത് ഇസ്രായേലിന്റെ ഗുണം കൊണ്ടായിരുന്നോ? The people of Israel were in adultery, were in sin. They were against God. ഇസ്രായേൽ ജനം മുഴുവൻ അവർ വ്യഭിചാരത്തിലും പാപത്തിലും മുഴുകി ദൈവത്തിന് വിപരീതമായി നിന്നവരാ. Yet God എന്നിട്ടും ദൈവം delivered them. അവരെ വിടുവിച്ചു. Why? എന്തിന്? Because he gave a word to Abraham. കാരണം അബ്രഹാമിനോട് അവൻ ഒരു വാക്ക് പറഞ്ഞു പോയി. That after 400 years all your descendants I will take them to Canaan. 400 വർഷങ്ങൾക്ക് ശേഷം നിന്റെ തലമുറക്കാരെ മുഴുവൻ ഞാൻ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ ഒരു കാര്യം പറയാം, കർത്താവ് പറഞ്ഞ വാക്ക് ഇന്ന് നടന്നില്ലെന്ന് പറഞ്ഞാൽ നടക്കാതെ ഇരിക്കത്തില്ലെന്നല്ല, എന്റെയും എൻ്റെ തലമുറകളും കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം അനുഭവിക്കും. കാരണം കാളയുടെ ആടിന്റെ രക്തത്താൽ അല്ല ഈ വാഗ്ദത്തം മുദ്ര ചെയ്തിരിക്കുന്നത്, യേശുവിന്റെ രക്തം കൊണ്ടാണ് മുദ്ര ചെയ്തിരിക്കുന്നത്. Hallelujah. Hallelujah. God will fulfill every promise in my life. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും അവൻ നിറവേറ്റും. Because he is good. കാരണം അവൻ നല്ലവനാണ്. Not because I am good. ഞാൻ നല്ലവനായതുകൊണ്ടല്ല. Because he is good. അവൻ നല്ലവനായതുകൊണ്ട്. And because he is good, അവൻ നല്ലവനായതിനാൽ he makes me good. അവൻ എന്നെ In നല്ലവനാക്കും. Jesus' name. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ Appearing to be the goodness of God. അവൻ ദൈവത്തിന്റെ സകല നന്മയും എൻ്റെ മേൽ പകരും. Give a clap and say thank you Jesus. കരങ്ങളെ തട്ടിക്കൊണ്ട് യേശുവിനെ നന്ദി പറഞ്ഞു. Hallelujah. ഹല്ലേലൂയ. നാം കേട്ട കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ വാക്കൊരിക്കലും മാറില്ല. കർത്താവ് തൻ്റെ വാക്കിൽ വിശ്വസ്തന. ഒരു കാര്യം പറഞ്ഞാൽ അത് കർത്താവ് നിവർത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് ദൈവവചനം നമുക്ക് ധൈര്യത്തോടെ ആശ്രയിക്കാം. മനുഷ്യരുടെ വാക്കിൽ നമ്മൾ ചിലപ്പോൾ ആശ്രയിക്കുമ്പോൾ പറഞ്ഞവർ വാക്ക് മാറും. പക്ഷെ കർത്താവിൻ്റെ പ്രത്യേകത താൻ മാറ്റം വരാത്തവന്. ഒരു വാക്ക് പറഞ്ഞു വിട്ടാൽ അത് നിവർത്തിക്കാൻ കർത്താവ് ഒരുങ്ങിയാണ് നിൽക്കുന്നത്. സോ നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ഞാൻ നൽകിത്തരും. സോ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുക. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് കർത്താവ് പറഞ്ഞല്ലോ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. അവർ കൈവെക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ആ കണ്ണിൻ്റെ കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മടക്കി ലഭിക്കട്ടെ. ആ തലയ്ക്കകത്തെ വേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. അസ്വസ്ഥത വിട്ടുമാറട്ടെ.
ശരീരം ആസകലം വേർക്കുന്ന, എപ്പോഴും ഒരു വല്ലാത്ത മനസ്സിന് ഭാവം വന്നിട്ട് ശരീരം വെട്ടി വേർക്കുന്ന പോലത്തെ രോഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുക. കർത്താവെ തൃക്കരം നീട്ടുന്നതിനായി സ്തോത്രം. ഏത് രോഗബന്ധനമായാലും കർത്താവെ ഇപ്പോൾ തന്നെ പ്രതികരിക്കുന്നതിനായി നന്ദി. ഈ പ്രാർത്ഥനയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും തൃക്കരങ്ങൾ സമർപ്പിക്കും. അവരുടെ ഭാരവും അവരുടെ വേദനകളും ഒരിടത്ത് മാറ്റുന്നതിനായി സ്തോത്രം. മക്കളെ ചൊല്ലി മറ്റു പല കാര്യങ്ങളും ഭാരപ്പെടുത്തുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കർത്താവ് കരനീട്ടി വിടുവിക്കുന്നതിനായി നന്ദി. അനുഗ്രഹിക്കുക. കർത്താവ് വിടുവിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. അത്ഭുത വിടുതലുകൾ കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അവൻ തന്റെ വാക്കൊരിക്കലും മാറില്ല. ആ ശരീരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഈ ദിവസങ്ങളിൽ വിശ്വാസത്തോടെ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ച് അപ്പോൾ കാണാം കർത്താവിന്റെ കാര്യം പ്രവർത്തിച്ചിരിക്കുന്നു. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുന്നത് കർത്താവിന്റെ മഹാസ്നേഹത്താൽ നമുക്ക് അറിയപ്പെടാം. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, ഈ പുതുവത്സരം യേശുവോടൊപ്പം.